പഞ്ചസാരയുടെ നിറം മാറ്റത്തെക്കുറിച്ചും അതിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ കെമിക്കൽ ആരോഗ്യപരമായ ദോഷവശങ്ങളെക്കുറിച്ചുമുള്ളതാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. പഞ്ചസാരയുടെ ആദ്യകാല നിറം നാച്ചുറൽ കളർ ഓഫ് ഷുഗർ. പഞ്ചസാരയുടെ പ്രകൃതിദത്തമായ രൂപം വെളുത്തതല്ല. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും കരിമ്പിൽ ഷുഗർകെയിൻ നിന്നോ ബീറ്റ്റൂട്ടിൽ ഷുഗർ ബീറ്റ് നിന്നോ ആണ്. ഇതിന്റെ നീര് വറ്റിച്ച് പരലാക്കിയെടുക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത് മഞ്ഞ കലർന്ന തവിട്ടുനിറത്തിലോ യെല്ലോവിഷ് ബ്രൗൺ അല്ലെങ്കിൽ തവിട്ടുനിറത്തിലോ ബ്രൗൺ ഉള്ള പഞ്ചസാരയാണ്. ഈ നിറം വരാനുള്ള കാരണം പഞ്ചസാരയിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന മൊളാസസ് എന്ന കട്ടികൂടിയ ദ്രാവകമാണ്. ഈ തവിട്ടുനിറമുള്ള പഞ്ചസാരയാണ് റോ ഷുഗർ, അസംസ്കൃത പഞ്ചസാര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്നത്. വെളുത്ത നിറത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയും രാസവസ്തുക്കളും. റിഫൈനിംഗ് പ്രോസസ് ആൻഡ് കെമിക്കൽസ്. ആദ്യകാലത്ത് തവിട്ടുനിറത്തിൽ ലഭിച്ചിരുന്ന പഞ്ചസാര ഇന്ന് നാം കാണുന്ന സ്ഫടികസമാനമായ വെളുത്ത നിറത്തിലേക്ക് മാറുന്നത് ശുദ്ധീകരണം റിഫൈനിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ്. വിപണിയിൽ ആവശ്യക്കാരേറിയതും സംഭരിക്കാൻ എളുപ്പമുള്ളതും കൂടുതൽ വൃത്തി തോന്നിക്കുന്നതുമായതിനാൽ പഞ്ചസാരയെ വെളുപ്പിക്കുന്നത് ഒരു വ്യവസായ സമ്പ്രദായമായി മാറി. ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പഞ്ചസാരയെ വെളുപ്പിക്കാനും അതിലെ അഴുക്കുകളും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യാനും താഴെ പറയുന്ന രാസവസ്തുക്കളോ മറ്റ് മാർഗ്ഗങ്ങളോ ഉപയോഗിക്കാറുണ്ട്. 1. സൾഫർ ഡൈ ഓക്സൈഡ് ടെക്സ്റ്റ് SO_2. പലപ്പോഴും പഞ്ചസാരയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന മൊളാസസിനെ നീക്കം ചെയ്ത ശേഷം അവശേഷിക്കുന്ന നിറം കളയാൻ സൾഫർ ഡൈ ഓക്സൈഡ് വാതകം ഉപയോഗിക്കാറുണ്ട്. ഈ പ്രക്രിയയെ സൾഫർട്ടേഷൻ എന്ന് വിളിക്കുന്നു. 2. ഫോസ്ഫോറിക് ആസിഡ്. പഞ്ചസാരയുടെ തെളിമ കൂട്ടുന്നതിനും മാലിന്യങ്ങൾ അടിയുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. 3. ചിലതരം ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ശുദ്ധീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി ഉപയോഗിക്കുന്നു. 4. ബോൺചാർ. ചിലയിടങ്ങളിൽ നിറം കളയാനായി മൃഗങ്ങളുടെ എല്ലുകൾ കത്തിച്ചുണ്ടാക്കുന്ന കരി ബോൺചാർ ഫിൽട്ടറായും ഉപയോഗിക്കാറുണ്ട്. ഈ രാസവസ്തുക്കളാണ് പഞ്ചസാരയ്ക്ക് വെളുത്ത നിറം നൽകുന്നത്. രാസവസ്തുക്കളുടെ ആരോഗ്യപരമായ ദോഷവശങ്ങൾ. ഹെൽത്ത് ഹസാർഡ്സ് ഓഫ് കെമിക്കൽസ്. ശുദ്ധീകരണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ അളവ് കുറവാണെങ്കിലും അത് ശരീരത്തിന് എങ്ങനെ ദോഷകരമാകാം എന്നത് താഴെ പറയുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 1. സൾഫർ അവശിഷ്ടങ്ങൾ. അലർജിയും ആസ്ത്മയും. പഞ്ചസാര വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡിന്റെ അവശിഷ്ടങ്ങൾ പഞ്ചസാരയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. സൾഫർ സംയുക്തങ്ങൾ അഥവാ സൾഫൈറ്റ്സ് ചില വ്യക്തികളിൽ അലർജിക്ക് കാരണമാവുകയോ ആസ്ത്മ രോഗമുള്ളവരിൽ രോഗലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചെയ്തേക്കാം. വിഷാംശം ടോക്സിസിറ്റി. രാസവസ്തുക്കളുടെ അളവ് അനുവദനീയമായ പരിധിക്ക് മുകളിലാണെങ്കിൽ അത് ദീർഘകാല ഉപയോഗത്തിൽ ശരീരത്തിന് ദോഷകരമാവാം. 2. പോഷകങ്ങളുടെ നഷ്ടം. വെളുപ്പിക്കാനുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ പഞ്ചസാരയിൽ സ്വാഭാവികമായി അടങ്ങിയിരുന്ന ചെറിയ അളവിലുള്ള